ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. നടൻ സലിംകുമാർ അന്തരിച്ചു. കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇന്നാണ് ആരോഗ്യനില വഷളായ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിന് രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുറച്ചു വർഷങ്ങളായി അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും അദ്ദേഹം അത് പങ്കുവച്ചിട്ടുമുണ്ട്. സാലി മുഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സാലി, വേദനിപ്പിക്കുന്ന വാർത്തയാണ്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്? ജീന, അല്പം മുമ്പാണ് മലയാളത്തിന്റെ ഹാസ്യ നടൻ സലിംകുമാറിന്റെ അന്ത്യം കൊച്ചി അമൃത ആശുപത്രി സ്ഥിരീകരിച്ചത്. ഇപ്പോൾ മരണം സംഭവിച്ചു എന്നത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. 57ാമത്തെ വയസ്സിലാണ് മലയാളത്തിന്റെ ഹാസ്യ നടൻ നമ്മോട് വിട പറയുന്നത്. മിമിക്രിയിലൂടെ സിനിമയിലെത്തി 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 1969 വടക്കൻ പറവൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ 1969 മുതൽ തുടങ്ങിയ ജീവിതയാത്രയാണ് ഇപ്പോൾ 2026 അവസാനിക്കുന്നത്. എന്തായാലും കൊച്ചി അമൃത ആശുപത്രിയിലാണ് അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ ചികിത്സ തേടി എത്തിയത്. അദ്ദേഹത്തിന് പെട്ടെന്ന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നേരത്തെ തന്നെ കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് വർഷങ്ങളായി ചികിത്സ തേടി വരികയായിരുന്നു. ഇതിനിടയിലും ധാരാളം പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൊച്ചിയിൽ സ്വീകരണം ഒരുക്കിയപ്പോൾ ആ വലിയ പരിപാടിയിൽ അദ്ദേഹം സ്റ്റേജിലുണ്ടായിരുന്നു. അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പൊതുപരിപാടികളിലും ജനമനസ്സിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കവെയാണ് അദ്ദേഹം നമ്മോട് വിട പറയുന്നത്. ജീന.